ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസ്. എന്താണ് ബ്ലൂംസ്? വിരിയുന്ന പുഷ്പങ്ങൾ. എന്താണ് ബ്രീസ്? നല്ല ഇളം സുന്ദരമായ ആസ്വദിക്കാൻ കൊള്ളാവുന്ന കാറ്റ്. ഇവിടെ നല്ലൊരു പ്രകൃതിയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ വില്യം വേർഡ്സ്വർത്ത് എന്താ പറയുന്നത്? ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. അതായത് പ്രകൃതി നിങ്ങളുടെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആവട്ടെ. ഫസ്റ്റ് സബ് ദ ലാൻഡ് ഓഫ് വിൻഡ്സ്, അതായത് എപ്പോഴും കാറ്റടിക്കുന്ന ഒരു സ്ഥലം. വായിക്കാം. ഡൊറോത്തി, എ ലിറ്റിൽ ഗേൾ, lived in a small wooden house with her uncle and aunt. അപ്പൊ ഡൊറോത്തി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അവളുടെ അങ്കിളും ആന്റിന്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഒരു ചെറിയ വീട് കണ്ടോ, ഇതാണ് മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ വീട്ടിലാണ് ഇവര് താമസിക്കുന്നത്. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. ഓക്കെ, ഈ വീട് ഒരു മെഡോന്റെ നടുക്കാന്നാ പറയുന്നത്. എന്താണ് ഈ മെഡോ എന്ന് പറഞ്ഞാൽ? മെഡോ എന്ന് പറഞ്ഞാല് പച്ചപ്പുല്ല് നിറഞ്ഞ് വളരെ വിശാലമായ തുറസായ സ്ഥലം. ഓക്കെ, തുറന്ന സ്ഥലം, അതിനാണ് ഈ മെഡോ എന്ന് പറയുന്നത്. അതിന്റെ നടുക്കാണ് ഇവളുടെ ഈ വീടുള്ളത്. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദെയർ. അപ്പൊ അവിടെ കാറ്റ് എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെലർ ഓഫ് ദ ഹൗസ്. അപ്പൊ ഈ ചില സമയത്ത് കാറ്റ് വളരെ ശക്തമായിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പൊ ഡൊറോത്തിന്റെ ഫാമിലി എന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് സെലറിൽ ഒളിക്കും. ഈ സെലർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ കണ്ടോ, അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന ഈ സ്റ്റെപ്പ് കണ്ടോ, അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഈ മൂടിയെടുത്ത് മൂടിക്കളഞ്ഞാല് പിന്നെ പുറമെ എന്തെങ്കിലും സംഭവിച്ച വലിയ പ്രശ്നമൊന്നും ഉള്ളിലുള്ളവർക്ക് സംഭവിക്കില്ല. ഓക്കെ, പിന്നെ ആ കാറ്റൊക്കെ ഒന്ന് ശാന്തമാകുമ്പോൾ ഇവര് പുറത്തേക്ക് വരും. അപ്പൊ ഈ ശക്തമായിട്ട് കാറ്റടിക്കുമ്പോൾ ഈ ഫാമിലി പോയിട്ട് ഈ ഷെൽട്ടറിൽ ഇതിന്റെ ഉള്ളിൽ ഇരിക്കും. ഓൺ എ ക്ലൗഡി ഡേ, നല്ല മഴക്കാറുള്ള ദിവസം, അതായത് നല്ല സൂര്യപ്രകാശം അത്ര ഇല്ല. ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. അങ്ങനെ ഡൊറോത്തി അവളുടെ പെറ്റ് ഡോഗ് ടോട്ടോമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ, ഡൊറോത്തി റൺ ടു ദ സെലർ, ബി ക്വിക്ക്. അപ്പൊ അങ്കിൾ വിളിച്ചു പറഞ്ഞു. ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട്. എന്താ പറഞ്ഞത്? ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്, വേഗം സെലറിലേക്ക് ഓടി ഒളിച്ചോളൂ. ഹി റാൻ ടുവേഴ്സ് ദ സെലർ, ആന്റ് ഫോളോഡ് ഹിം. അങ്ങനെ അദ്ദേഹം സെലറിലേക്ക് ഓടി, ആന്റി അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി. ഡൊറോത്തി സ്റ്റോപ്ഡ് പ്ലേയിങ്. അങ്ങനെ ഡൊറോത്തി കളി നിർത്തി. കം വിത്ത് മീ ടോട്ടോ, ഷീ കോൾഡ് ഔട്ട്. അങ്ങനെ ആ നായ്ക്കുട്ടിനെ ഉറക്കെ വിളിച്ചു, വേഗം എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അടുത്ത സബ്ഹെഡിങ് ദ സ്റ്റോം. ഡൊറോത്തി റാൻ ടുവേഴ്സ് ദ സെലർ. അങ്ങനെ ഡൊറോത്തിയും ആ സെലറിലേക്ക് ഓടി. ബട്ട് ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. പക്ഷെ ഈ നായ്ക്കുട്ടി എന്ത് ചെയ്തു? അത് വീട്ടിനകത്തേക്ക് ഓടി കയറി കട്ടിലിന്റെ അടിയിൽ പോയി ഒളിച്ചു. ടോട്ടോ ടോട്ടോ, ഷീ സെർച്ച് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അപ്പം ഡൊറോത്തി എന്ത് ചെയ്തു? തിരിച്ചു വീട്ടിൽ കയറി അവിടെയൊക്കെ തെരഞ്ഞു. ടോട്ടോ ടോട്ടോ എന്ന് വിളിച്ച് അവിടെയൊക്കെ തെരഞ്ഞു. ടോട്ടോ കം ഔട്ട്, ടോട്ടോ നീ പുറത്തു വാ. ഡൊറോത്തി യെൽഡ് ഔട്ട്. യെൽഡ് എന്ന് പറഞ്ഞാല് അതിശക്തമായ ശബ്ദത്തിൽ വിളിച്ചു എന്ന് പറഞ്ഞു. യെൽഡ് ഔട്ട്. ദ ഹൗളിംഗ് വിൻഡ് സ്വെപ്റ്റ് ഹെർ വോയിസ് അവേ. പക്ഷെ ആ കൊടുങ്കാറ്റ് ശക്തമായിട്ട് വീശാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ആ മൂളുന്ന ഒരു സൗണ്ട് ഉണ്ട്. ഹൗളിംഗ് വിൻഡ് എന്ന് പറഞ്ഞാൽ ആ കാറ്റിന്റെ ഒരു മൂളിച്ച, ആ മൂളല് കൊണ്ട്, ആ കാറ്റിന്റെ ശക്തി കൊണ്ട് ഈ ഡൊറോത്തി വിളിക്കുന്ന സൗണ്ട് ആ നായ്ക്കുട്ടിക്ക് കേൾക്കാൻ പറ്റാതെയായി. The wind was getting stronger. അങ്ങനെ കാറ്റിന് ശക്തി കൂടി. അപ്പൊ ആ സൗണ്ടാണ് ഇവിടെ എഴുതി കാണിച്ചത്. The trees toppled over. മരങ്ങളൊക്കെ കടപുഴകി വീണു. The house began to shake. ആ വീടാകെ ഇളകാൻ തുടങ്ങി. The cups and plates in the cupboard slipped down. കബേർഡിൽ വെച്ചിട്ടുള്ള കപ്പ് പ്ലേറ്റും ഒക്കെ ഇളകി താഴെ വീണു. The mirror on the wall fell down and broke into pieces. ചുമരിൽ തൂക്കിയ മുഖം നോക്കുന്ന കണ്ണാടി താഴെ വീണ് പൊട്ടി കഷ്ണങ്ങളായി. What's happening to our house? Dorothy was frightened. അപ്പൊ ഡൊറോത്തി ഈ വീട്ടിന്റെ അകത്തുണ്ട്. ഈ ടോട്ടോനെ വിളിക്കാനായിട്ട് വന്നതാ, പിന്നെ പുറത്തു പോകാൻ പറ്റിയില്ല. അപ്പൊ അവള് പേടിച്ച്, എന്താണ് നമ്മളുടെ വീട്ടിൽ സംഭവിക്കുന്നത്? ഓക്കെ, ഭയമായി, ഫ്രൈറ്റൻഡ്. ഇതാ ചിത്രത്തിൽ കണ്ടോ, നമ്മളിപ്പോ വായിച്ചതുപോലെ കബേർഡിൽ നിന്നുള്ള പ്ലേറ്റ് കപ്പൊക്കെ താഴോട്ട് വീഴുന്നു. ചുമരിൽ തൂക്കിയ മിറർ താഴെ വീണ് പൊട്ടി. ഓടൊക്കെ ഇതാ പറന്നു പോകുന്നു, അത്രയും ശക്തമായ കാറ്റ്. ഇതൊക്കെ കണ്ടുകൊണ്ട് പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഇതാ ടോട്ടോ. ദി ഫ്ലൈയിങ് ഹൗസ്, അതാണ് ഈ പാരഗ്രാഫിന്റെ ഹെഡിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ദി സ്റ്റോം റോഡ്, അതായത് കാറ്റ് അതിശക്തമായി അതിഭയങ്കര ശബ്ദത്തോടുകൂടെ വീശാൻ തുടങ്ങി. ക്രീക്ക്,
ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. അങ്ങനെ ഈ ചുഴലിക്കാറ്റാണ്, കണ്ടില്ല ചിത്രത്തിൽ കാണാം, ചുഴലിക്കാറ്റാണ്. അപ്പോൾ ഒരു വല്ലാതൊരു ശബ്ദത്തോടു കൂടെ അത് ആ വീട്ടിനെ നിലത്ത് നിന്ന് അങ്ങോട്ട് ഉയർത്തി. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. അതുകൊണ്ട് ഈ സമയത്ത് ഡൊറോത്തിക്കും ടോട്ടോനും ആ നായ്ക്കുട്ടിക്കും വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർ വീടിനകത്ത് തന്നെ കുടുങ്ങിപ്പോയി. ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഇസ് ഫ്ലൈങ്. അയ്യോ, നമ്മളുടെ വീട് അങ്ങോട്ട് പറന്നു ഉയരുകയാണല്ലോ എന്ന് ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി വളരെ ഭയത്തോടു കൂടെ പുറത്തേക്ക് നോക്കി. ഷീ സോ fallen trees and broken bridges below. അപ്പം ഡൊറോത്തി ജനവാലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? വീണ് കിടക്കുന്ന മരങ്ങൾ, fallen trees, broken bridges, പൊട്ടിപ്പോയ പാലങ്ങൾ. ടോട്ടോ became afraid. ടോട്ടോന് ഭയങ്കര പേടിയായി. He started running here and there inside the house. അപ്പൊ ആ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി ആ നായ്ക്കുട്ടി. We are in danger, dear. ഡൊറോത്തി held Toto in her arms. അപ്പോൾ ഡൊറോത്തി എന്ത് ചെയ്ത് വേഗം തന്നെ അതിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ് നമ്മൾ വളരെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. The wind lifted the house higher and higher. അപ്പൊ ഈ കാറ്റിൽ കുടുങ്ങിയിട്ട് ആ വീട് വീണ്ടും വീണ്ടും ഉയർന്ന് പോവുകയാണ്. Over the fallen trees, അതായത് വീണ് കിടക്കുന്ന മരങ്ങളുടെ മുകളിലൂടെ. Over the മാർക്കറ്റിന് മുകളിലൂടെ. Over the stream, അരുവിയുടെ മുകളിലൂടെ. Over the mountains, മലകളുടെ മുകളിലൂടെ. ഡൊറോത്തി trembled with fear. അങ്ങനെ ഡൊറോത്തിക്ക് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. She couldn't even cry. കരയാൻ വരെ പറ്റുന്നില്ല. She could only see the sky and the dark clouds. അവക്ക് എന്താ കാണാൻ പറ്റുന്നത്? പിന്നെ വെറും ആകാശവും വളരെ കറുത്ത് ഇരുണ്ട മേഘങ്ങളും മാത്രമേ അവൾക്ക് പിന്നെ കാണാൻ പറ്റുന്നുള്ളൂ. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. പേടിച്ചവള് കണ്ണ് പൂട്ടിക്കളഞ്ഞു. അടുത്ത പാർട്ടിന്റെ സബ് ഹെഡിങ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. അപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലം എന്നർത്ഥം. thud, the house landed somewhere. അങ്ങനെ വലിയൊരു ശബ്ദത്തോടുകൂടെ ഈ വീട് പോയിട്ട് എവിടെ നിന്നു. ഡൊറോത്തി opened her eyes. She looked out. അങ്ങനെ അപ്പോഴാണ് ഡൊറോത്തി കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കുന്നത്. Oh, the storm has gone. ഓ, കാറ്റൊക്കെ നിന്നല്ലോ. She came out with Toto. അങ്ങനെ നായ്ക്കുട്ടീനായിട്ട് പുറത്തേക്ക് വന്നു. The air was filled with fragrance of flowers. അപ്പൊ അവിടെയൊക്കെ നല്ല പുഷ്പങ്ങളുടെ മണം ഉണ്ടായിരുന്നു. നല്ല പൂക്കൾ നിറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പൊ നല്ല പൂക്കളുടെ മണം. Birds chirped. അങ്ങനെ പക്ഷികളൊക്കെ നല്ല നല്ല ശബ്ദത്തിൽ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. Where are we now? She wondered. അവൾ ആശ്ചര്യപ്പെട്ടു, നമ്മൾ എവിടെയാണ്? ടോട്ടോ sniffed around. നായ്ക്കുട്ടിയാണെങ്കിലോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മണത്ത് നടക്കണ്ടായിരുന്നു. എന്നിട്ട് he looked at Dorothy puzzled. പക്ഷെ അവനൊരു പിടി കിട്ടുന്നില്ല, ഇത് പുതിയ സ്ഥലമാണല്ലോ. അങ്ങനെ വളരെ ഒരു ആശയക്കുഴപ്പത്തോടുകൂടെ അവൻ ഡൊറോത്തിയെ നോക്കി. ഡൊറോത്തി saw some strange people coming towards them. അവൻ ഡൊറോത്തി എന്താ കണ്ടത്? ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ചില ആളുകൾ ഇവളടുത്തേക്ക് വരികയാണ്. They were smaller than Dorothy but bigger than Toto. അവര് ഡൊറോത്തിനെക്കാട്ടും ചെറിയ ആൾക്കാരായിരുന്നു, പക്ഷെ ടോട്ടോനെക്കാട്ടും ബിഗ് ആയിരുന്നു, വലുതായിരുന്നു. They wore hats with tiny bells. അവർ തൊപ്പിയിട്ടിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബെല്ലുകൾ ഉണ്ടായിരുന്നു. ടോട്ടോ barked at them. ഇത് കണ്ടപ്പം ടോട്ടോ കുരയ്ക്കാൻ തുടങ്ങി. Calm down, Toto. Dorothy patted him. അങ്ങനെ ഡൊറോത്തി അവനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞ്, കുരയ്ക്കാതെ ഇരിക്കി ടോട്ടോ, മിണ്ടാതിരിക്കി കുറച്ചു നേരം എന്ന് പറഞ്ഞു. Hi little girl, we are munchkins. Welcome to our land. അപ്പൊ ഇവിടെ മഞ്ച്കിൻസ് എന്നൊരു വാക്ക് കണ്ടോ? ഈ വാക്കിന്റെ അർത്ഥം ചെറുത് എന്നർത്ഥം. അപ്പൊ ഇവിടെ ആരാ വന്നിരിക്കുന്നത്? ചെറിയ മനുഷ്യർ. ഓക്കെ, അപ്പൊ അവര് പറയാണ് വി ആർ മഞ്ച്കിൻസ്, ഞങ്ങൾ ചെറിയ മനുഷ്യരാണ്, ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വി ആർ സോ ഹാപ്പി ടുഡേ, യു സേവ്ഡ് us, they said. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ? നീ ഞങ്ങളെ രക്ഷിച്ചു. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. അപ്പൊ ഡൊറോത്തിക്ക് ആകെ ആശയക്കുഴപ്പത്തിലായി. എന്താണ് ഇവരിങ്ങനെ പറയാൻ കാരണം? ഞാൻ രക്ഷിച്ചു എന്ന്. ഈ ചിത്രം കണ്ടോ? ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. കണ്ടില്ലേ? ഡൊറോത്തി കണ്ണ് തള്ളിപ്പോയി. ഇവരെന്തേ പറയുന്നത്? ചെറിയ മനുഷ്യരെ കണ്ടോ ഡൊറോത്തിന്റെ ചുറ്റും നിൽക്കുന്നതാ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഭാഗത്തിന്റെ സബ് ഹെഡിങ് ദ ഹീറോ. You are a hero. You killed the cruel witch, a young munchkin said. അപ്പൊ ഈ 3 മഞ്ച്കിനില് ഒരാള് ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനായ മഞ്ച്കിൻ എന്ത് പറഞ്ഞ്, നീ ഞങ്ങളുടെ നായികയാണ്, നീ ആ ക്രൂരയായ ആ മന്ത്രവാദിനിയെ കൊന്നു എന്ന് പറഞ്ഞു. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ, ഡൊറോത്തി ക്രൈഡ് ഔട്ട്. ഇത് കേട്ടപ്പോ ഡൊറോത്തിക്ക് പേടിയായി. അവളെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോയ്യോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല കേട്ടോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല.
Not you, but your house. You landed your house on the wicked witch. She died, said an old munchkin. അപ്പൊ ഇത് കേട്ടപ്പോ ആ മഞ്ച്കിൻ വന്നില്ല, 3 ആള് വന്നിട്ടുണ്ട്. അതിലെ പ്രായമായ മഞ്ച്കിൻ എന്ത് പറഞ്ഞു? നീ അല്ല കൊന്നത്, നിന്റെ വീടാണ് കൊന്നത്. നീ നിന്റെ വീട് കൊണ്ടുപോയിട്ട് ആ ക്രൂരയായ മന്ത്രവാദിനിന്റെ മേലെ കൊണ്ടുപോയിട്ട് ലാൻഡ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് ആ സ്ത്രീ മരിച്ചുപോയി. Is it so? Dorothy was shocked. അങ്ങനെ ഡൊറോത്തി അമ്പരന്ന് പോയി, ഞെട്ടിപ്പോയി ഇത് കേട്ടപ്പോ. അങ്ങനെയൊക്കെ സംഭവിച്ചോ? യെസ്, വി വേർ ഹെർ സ്ലേവ്സ്. അതെ അതെ, ഞങ്ങൾ എല്ലാവരും ഈ മന്ത്രവാദിനിയുടെ അടിമകളായിരുന്നു. യു സെറ്റ് us ഫ്രീ. നീ ഞങ്ങളെ സ്വതന്ത്രയാക്കി. ലെറ്റ് സെലിബ്രേറ്റ് a freedom. They began to dance. വരൂ, നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഡാൻസ് കളിക്കാൻ തുടങ്ങി. Join us, the old munchkin invited Dorothy. വരൂ വരൂ, നീ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡൊറോത്തിനെ ആ പ്രായമുള്ള ഒരു മഞ്ച്കിൻ സ്വാഗതം ചെയ്തു. താങ്ക്സ്, ബട്ട് പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്, ഷീ സെഡ്. പക്ഷേ ഡൊറോത്തി എന്ത് പറഞ്ഞു? നിങ്ങള് ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു, പക്ഷേ ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കണം. സോറി, വി കാണ്ട്, ബട്ട് ഷുവർലി ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണം, അതിന് ഞങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ ഈ ഓസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാന്ത്രികനുണ്ട്, അദ്ദേഹത്തിന് അതിന് സാധിക്കും. അപ്പം ഈ ഓസ് എന്ന് പറഞ്ഞാൽ ഈ വീട് വന്ന് വീണ സ്ഥലമാണ്. വിസാർഡ് ഓഫ് ഓസ്, ഹൂ ഈസ് ഹി? ആസ്ക്ഡ് ഡൊറോത്തി. അപ്പൊ ഡൊറോത്തി ചോദിച്ചു, ഈ വിസാർഡ് ഓഫ് ഓസ്, അതായത് ഈ ഓസ് എന്ന സ്ഥലത്തിലെ മാന്ത്രികനോ, അത് ആരാണ്? He is a powerful magician who can work wonders, the old munchkin replied. അപ്പൊ ഇതിൽ ആ പ്രായമായ മഞ്ച്കിൻ എന്ത് പറഞ്ഞു? ഇദ്ദേഹത്തിന്, അതായത് വിസാർഡ് ഓഫ് ഓസിന് വളരെ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. അദ്ദേഹം ഒരു വലിയ മായാജാല ശക്തിയുള്ളൊരു മാന്ത്രികനാണ് എന്നൊക്കെ പറഞ്ഞു. ഡൊറോത്തി സ്മൈൽഡ്. ഇത് കേട്ടിട്ട് ഡൊറോത്തിക്ക് ചിരി വന്നു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. അങ്ങനെ ഡൊറോത്തിയും ടോട്ടോയും കൂടെ ഈ മാന്ത്രികനെ കാണാനായിട്ട് പോയി. അടുത്ത സബ് ഹെഡിങ്, മീറ്റിംഗ് ദ വിസാർഡ്. അങ്ങനെ ഡൊറോത്തിയും ടോട്ടോ വിസാർഡിനെ കാണുന്നു. ദേ റീച്ച് ദ വിസാർഡ്സ് പാലസ്. അങ്ങനെ ഡൊറോത്തിയും ടോട്ടോ ഈ മാന്ത്രികന്റെ കൊട്ടാരത്തിലെത്തി. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി. നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത് ഡൊറോത്തി. യു സേവ്ഡ് ദ മഞ്ച്കിൻസ്. നിങ്ങൾ ആ മഞ്ച്കിൻസിനെ രക്ഷിച്ചു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ആസ്ക്ഡ് ദ വിസാർഡ് ഓഫ് ഓസ്. അങ്ങനെ ആ മാന്ത്രികൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്, ഡൊറോത്തി പ്ലീഡഡ്. അപ്പൊ ഇവിടെ പ്ലീഡഡ് എന്നൊരു വാക്ക് കണ്ടില്ലേ? അതിന്റെ അർത്ഥം വളരെ താഴ്മയോടുകൂടെ അപേക്ഷിക്കുക. എന്താണ് അപേക്ഷിച്ചത്? പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ദയവേത് ഞങ്ങളെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാൻ സഹായിക്കണം. വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? ഹി ആസ്ക്ഡ്. അപ്പം ഈ മാന്ത്രികൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലം വിട്ടിട്ട് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത്? There is no other place like our home, Dorothy said. ഞങ്ങളുടെ ഗ്രാമം, ഞങ്ങളുടെ വീട് അതുപോലെ വേറെ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം വേറെ ഇല്ല എന്നാണ് ഡൊറോത്തി തിരിച്ച് ഉത്തരം പറഞ്ഞത്. ആസ് യു വിഷ് മൈ ഡിയർ, ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. ഇവിടെ മാജിക് വാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാന്ത്രികൻ കൈ പിടിച്ചിരിക്കുന്ന വടിക്കാണ് മാജിക് വാൻഡ് എന്ന് പറയാം. അപ്പോൾ നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാജിക് വാൻഡ് ഒന്ന് വീശി. വാവ്, ദ ഹൗസ് അപ്പിയർഡ്. അങ്ങനെ ആ മാജിക് വാൻഡ് ഇങ്ങനെ വീശിയപ്പോ ആ വീട് ഡൊറോത്തിയും ടോട്ടോ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നു നിന്നു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ. ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. അങ്ങനെ ഡൊറോത്തിയും ആ നായ്ക്കുട്ടിയും കൂടെ അതിൽ കയറി. അങ്ങനെ അത് വീണ്ടും പറക്കാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, ഓവർ ദ ഫീൽഡ്സ്. അങ്ങനെ മലകൾക്ക് മുകളിലൂടെ, വയലുകൾക്ക് മുകളിലൂടെ അതിങ്ങനെ പറന്ന് പറന്ന് പോയി. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹെർ വില്ലേജ്. അങ്ങനെ അവസാനം ഈ വീട് പോയിട്ട് ഡൊറോത്തിന്റെ ഗ്രാമത്തിൽ പോയിട്ട് ലാൻഡ് ചെയ്തു. ടോട്ടോ, വി ആർ ബാക്ക്. അങ്ങനെ ഡൊറോത്തി പറയാ, ടോട്ടോ, നമ്മൾ തിരിച്ച് നമ്മളുടെ ഗ്രാമത്തിലെത്തി. ഷി ബിക്കേം വെരി ഹാപ്പി. ഡൊറോത്തിക്ക് വളരെ സന്തോഷമായി. ദ സ്കൈ വാസ് ക്ലിയർ. ആകാശം വളരെ ക്ലിയർ ആയിരുന്നു. ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. അങ്ങനെ ആകാശത്ത് ഒരു മഴവില്ല് തെളിഞ്ഞു വന്നു. കുട്ടികളെ, ഈ പാഠം ഉണ്ടല്ലോ, ഇത് ദ വണ്ടർഫുൾ വിസാർഡ് ഓഫ് ഓസ് എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. ആ നോവൽ എഴുതിയത് എൽ ഫ്രാങ്ക് ബോം എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ്. ആ നോവലിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഇപ്പൊ നമ്മളിവിടെ ഈ പാഠത്തിൽ വായിച്ചത്.
ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ അവസാനിച്ചു. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം.